അത് ബെസ്റ്റ്. ജസ്റ്റ് നിങ്ങൾ പഠിച്ചാൽ മതി. മാർക്സിസം ആസ് എൻ എക്കണോമിക് ഡോക്ട്രിൻ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് രാമർ പെട്രോൾ. രാമർ പെട്രോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടുമോ നോക്കുക, അതൊരു വ്യാജമാണ്. നിങ്ങളിപ്പോൾ സ്പേസിലേക്ക് ഒരു വണ്ടി, ഒരു വെഹിക്കിള്, ഒരു യാനം വിടുകയാണ്, ഒരു സ്പേസ് ഷിപ്പ് വിടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സയൻസ് ഇല്ലേ, എൻ്റെ സയൻസ് എത്ര ഓരോരോ കാര്യങ്ങൾ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഈ സാധനം എല്ലാം മേലോട്ട് പോകുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പാകപ്പിഴ മൂലം തിരിച്ചൊക്കെ വരാം, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ബേസിക്കലി വിജയിക്കാനുള്ള സാധനം അതിനകത്തുണ്ട്. അപ്പോൾ വിജയിക്കുന്ന ആ സാധനം മുകളിലേക്ക് വിടുന്നു, അങ്ങനെ പോയിട്ട് തിരിച്ചു വരും. അവിടെ ഒരു ഇവിടുത്തെ ഒരു നാച്ചുറോപ്പതിക്കാരൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപടശാസ്ത്രക്കാരൻ, അല്ലെങ്കിൽ ഒരു ആയുർവേദ മോഡൽ, അല്ലെങ്കിൽ ഒരു മാർക്സിസം മോഡൽ കൊണ്ടുവന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് ഇത് സാധനം വിടാൻ പറ്റത്തില്ല. കാരണം അത് വ്യാജമാണ്, അത് കപടമാണത്, മനസ്സിലായി. പക്ഷെ അതിന് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആയുർവേദത്തിന് നിലനിൽക്കാൻ പറ്റും, ഹോമിയോയ്ക്ക് നിലനിൽക്കാൻ പറ്റും, യുനാനിക്ക് നിലനിൽക്കാൻ പറ്റും, മാർക്സിസത്തിന് നിലനിൽക്കാൻ പറ്റും. ഈ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപട ചികിത്സകൾ എങ്ങനെയാണോ ജനങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസകരമായിട്ടും പെട്ടെന്ന് സ്വീകാര്യമായിട്ടും തോന്നുന്നത്, അതേപോലെയാണ് ഈ മാർക്സിസം പോലെയുള്ള ഈ കപട വെളിപാട് സിദ്ധാന്തമാണ് മാർക്സിസം. ഒരാളിരുന്ന് ഇങ്ങനെ ചിന്തിച്ചാണ്, അല്ല പ്രത്യേകിച്ച് അയാളുടെ ഒരു നിരീക്ഷണമാണ്. അതിന് ഇന്ന് വലിയ പ്രാധാന്യം ഇല്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ എക്കണോമിക്സ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതിന് ഈ മാർക്സിസ്റ്റ് സാമ്പത്തിക നയങ്ങളോ അല്ലെങ്കിൽ സോക്കോൾഡ് ഇതൊക്കെ പഴഞ്ചനാണ്, റിഗ്രസീവ് ആണ്, അങ്ങനെ എക്കോണമി മുന്നോട്ട് പോവില്ല. മറുവശത്ത് ക്യാപിറ്റലിസത്തെ എന്തുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യാപിറ്റലിസത്തിൽ അങ്ങനെ പുസ്തകമോ ആചാര്യനോ ശാസനമോ നൂല് പിടിച്ചു പോകാനുള്ള ഒന്നുമില്ല. അവിടെ എന്താണോ വിജയിക്കുന്നത് അതാണ് നിയമമായിട്ട് മാറുന്നത്, എന്താണോ പരിഷ്കരിക്കപ്പെടുന്നത് അതാണ് പുതിയ നിയമം. അവിടെ ആരും ഇന്നാരെ ആചാര്യന്മാരോ അങ്ങനെയൊന്നുമില്ല. എന്താണോ പ്രായോഗികം, എന്താണോ വിജയകരം, അത് സാംശീകരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. അവിടെ ഈവൻ പ്രഖ്യാപിത നിയമങ്ങളൊന്നുമില്ല, മനസ്സിലായില്ലേ? വളരെ ഫോർ എക്സാമ്പിൾ തയ്യിബ് എർദോഗാൻ 2018 മുതൽ 2023 വരെയുള്ള കാലഘട്ടം ശ്രദ്ധിച്ചു. ഈ കാലഘട്ടത്തിലാണ് അവിടെ ഇൻഫ്ലേഷൻ കൂടുന്നത്, ലിറയുടെ മൂല്യശോഷണം വർദ്ധിക്കുന്നു. അപ്പോൾ എർദോഗാൻ എന്ത് ചെയ്തെന്നറിയോ? സാധാരണ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാൽ പൈസ കൂടുതലാണല്ലോ, പണത്തിന്റെ ലഭ്യത കൂടുതലാണ്. അപ്പം നോർമലി ക്യാപിറ്റലിസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഈ ബാങ്ക് റേറ്റ് മെക്കാനിസവും ടാക്സ്, മോണിറ്ററി, ഫിസിക്കൽ പോളിസീസ് എല്ലാം വെച്ചുകൊണ്ട് ഈ പണത്തിന്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. പണത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ് കൂട്ടുക എന്നുള്ളതാണ്. കൂടുതൽ പലിശ കിട്ടുമ്പോൾ ആളുകൾ നിക്ഷേപങ്ങളിൽ പൈസ ഇട്ടേക്കും, പുറത്തേക്ക് വലിക്കത്തില്ല. അപ്പോൾ എക്കോണമിയിൽ പൈസ കുറവായിരിക്കും, മണി കുറവായിരിക്കും. മണി സപ്ലൈ കുറയുമ്പോൾ ഇൻഫ്ലേഷൻ താഴോട്ട് വരും. ഇതാണ് ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത്. ഇതാണ് ക്ലാസിക്കലായിട്ടുള്ള കൺവെൻഷനലായിട്ട് നടക്കുന്ന ഒരു ക്യാപിറ്റലിസത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സോക്കോൾഡ് നിയമം. പക്ഷെ ഈ നിയമം ലംഘിക്കാൻ വേണമെങ്കിലും ആളുകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ക്യാപിറ്റലിസത്തിലുണ്ട്. ഒരാൾ പറയാം, പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നില്ല, ഞാൻ കുറയ്ക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ എന്ത് സംഭവിക്കും? കൂടുതൽ പൈസ ലഭ്യമാകും. അപ്പോൾ എല്ലാവരുടെയും കൈക്ക് കൂടുതൽ പണത്തിന്റെ ലഭ്യത കൂടും. അപ്പോൾ നാണ്യപ്പെരുപ്പം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാൾക്ക് തോന്നുകയാണ്, ഇത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്, എനിക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ നിയമത്തിന്റെ നേർവിപരീതം എനിക്ക് ചെയ്യണമെന്ന് ഒരാൾ തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ള അവകാശവും അധികാരവും സ്വാതന്ത്ര്യവും ഈ ഒരു വ്യവസ്ഥ നൽകുന്നുണ്ട്. നേർവിപരീതമായിട്ടുള്ള കാര്യമാണ് എർദോഗാൻ അവിടെ ചെയ്തത്. എർദോഗാൻ എന്താ ചെയ്തത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു, അപ്പോൾ പണത്തിന്റെ ലഭ്യത കൂടി. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ഞാൻ ശരിയാക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞാണ് പുള്ളി ചെയ്തത്. പക്ഷെ നേരെ തിരിച്ച് സംഭവിച്ചു. ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ പണത്തിന്റെ ലഭ്യത കൂടിയപ്പോൾ ഇൻഫ്ലേഷൻ സ്കൈ റോക്കറ്റ് ചെയ്യാൻ തുടങ്ങി. 2023 ആയപ്പോൾ 85.7% കൂടി അവിടുത്തെ ഇൻഫ്ലേഷൻ. ആധുനിക രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്, സെക്കുലർ രാജ്യമാണ് സോക്കോൾ ടർക്കി. 85 കൂടി. അമേരിക്കയുടെ പല്ലാളനയിൽ വളരുന്ന എക്കോണമിയാണ്. ഡോളറൈസേഷൻ വർദ്ധിച്ചു, ലിറയുടെ മൂല്യശോഷണം വലിയ തോതിൽ പിന്നെയും കൂടി. അപ്പൊ ഇയാൾ ചെയ്തത് എന്താണ്? എർദോഗാൻ ചെയ്തത് പുള്ളിയുടെ വിദേശകാര്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും പുള്ളി നീക്കം ചെയ്തു. അവരെ മേലെ കുറ്റം ആരോപിച്ചത് നീക്കം ചെയ്തിട്ട് പുതിയ 2 പേരെ കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തു? അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. 8.75 ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്, അവർ 50% കൊണ്ട്. എർദോഗാൻ മിണ്ടാതെ മാറി നിന്നു. ഇപ്പോ ഈ കഴിഞ്ഞ മാസത്തെ അടിച്ചു നോക്കണം, ഏപ്രിൽ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37.5% അവിടുത്തെ ഇൻഫ്ലേഷൻ കുറഞ്ഞിരിക്കുന്നു. അതായത് ഇയാൾ നേരെ തിരിച്ചു ചെയ്തു, ഞാൻ അങ്ങോട്ട് ചെയ്തില്ല, നേരെ തിരിച്ചു ചെയ്യാം, നീ ചെയ്തോ,
ഇവിടെ ചെയ്യണം ചെയ്യരുതെന്നൊന്നും പറയുന്ന ബുക്കുകളും പുസ്തകങ്ങളും എഡിറ്റുകളും ഒന്നുമില്ല. അപ്പൊ ചെയ്തു വന്നപ്പോൾ കാണാം ഇത് ഇൻഫ്ലേഷൻ കയറിപ്പോയി. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? പുള്ളി സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അദ്ദേഹത്തിന്റെ മന്ത്രിയും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും പുള്ളി പിരിച്ചുവിട്ടു. എന്നിട്ട് പുതിയ 2 പേരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. അവർ കൂട്ടി. ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഇൻഫ്ലേഷൻ 37.5 ഏപ്രിൽ. അത് വീണ്ടും കുറഞ്ഞു വരുന്നതായിട്ടാണ് ഞാൻ ഇന്ന് ഗ്രാഫ് കണ്ടത്. ഇതാണ് ക്യാപിറ്റലിസത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ടും ചെയ്യാം. ഒരു മതത്തില്, ഒരു കമ്മ്യൂണിസത്തില് നിങ്ങൾക്ക് നടക്കുമോ? എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിന് നേർ വിപരീതമായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ഒരു മതത്തിൽ പറയാണ്, പ്രവാചകനെയും ദൈവത്തെയും നിന്ദിക്കുന്നവരെ കരചരണങ്ങൾ വിപരീത ദിശയിൽ വെട്ടിയരിയുക എന്നുള്ള ഒരു സാധനത്തിന് വിപരീതമായിട്ട് പ്രവാചകനെയും ദൈവത്തെയും നിന്ദിക്കുന്നവർക്ക് പൗരസ്വീകരണം കൊടുക്കുക എന്നൊരു സാധനം ഒരു മതവിശ്വാസി സാധിക്കുമോ? ഇല്ലല്ലോ, സാധിക്കില്ല. നേർ വിപരീതമായത് സാധിക്കില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് സാധിക്കുമോ? സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുമേഖലയെ അല്ലെങ്കിൽ അങ്ങനെ ഈ സ്റ്റേറ്റിനെ ഏക കുത്തക എന്നുള്ള നിലയിൽ സ്റ്റേറ്റിനെ അംഗീകരിക്കാതെ എല്ലാ ജനങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുക, അവർ കൂടുതൽ ചെയ്യട്ടെ എന്ന് കമ്മ്യൂണിസത്തിൽ പറയാൻ പറ്റുമോ? അയ്യോ, പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആചാര്യൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഡോക്ട്രിൻ, ഞങ്ങളുടെ പുസ്തകം, ഞങ്ങളുടെ ഡോക്മ ഇതല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ സ്വാതന്ത്ര്യമില്ല. വെളിപാട് പുസ്തകങ്ങളാണ്. ഈ ഒരു ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവായി. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് ഏറ്റവും അവിടെ പ്രത്യേകിച്ച് നൂലിൽ വര പിടിച്ചു പോകേണ്ട കാര്യം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ നിങ്ങൾ പണിഷ് ചെയ്യപ്പെടും. ഒന്ന് പൊതുജനങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉണ്ടാവും. കമ്പോളം നിങ്ങളെ തിരുത്തും. നിങ്ങൾക്ക് ജീവിതം ദുസ്സഹമാവും. നിങ്ങൾ തന്നെ പഠിക്കും. നിങ്ങൾ യഥാർത്ഥ പ്രായോഗികമായ വിജയകരമായ അവസ്ഥയിലേക്ക് വരും. അതാണ് നിയമമായിട്ട് പോവുക. നിങ്ങൾക്ക് ലംഘിക്കാം. പക്ഷെ എന്താണോ വർക്ക് ചെയ്യുന്നത് അതാണ് ക്യാപിറ്റലിസം. അത്രയും കൊണ്ട് ഞാൻ അവിടെ ചുരുക്കാണ്.